നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എനിക്കൊരു ഉത്തരം വേണം നീലി. അവനോട് ആ പിടച്ചിലറിഞ്ഞെങ്കിലും അത് കണ്ടില്ല എന്നടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അതിനുള്ള ഉത്തരം ഞാൻ തന്നെയല്ലേ ഇന്ദ്രേട്ട? അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ താലിയാണെങ്കിലും അത് കഴുത്തിലേക്ക് വീണിടം മുതൽ എനിക്ക് നിങ്ങൾ നാൽപ്പാട്ട് തമ്പുരാൻ കുഞ്ഞല്ല. എന്നിൽ അവകാശം അധികാരം എല്ലാം ഉള്ള എൻ്റെ പാതി തന്നെയാ. അവൾ ഒരു ഉത്തരത്തിനെന്ന പോലെ തന്നെ ഉറ്റുനോക്കി കിടക്കുന്നവൻ്റെ മിഴികളിലേക്ക് നോക്കി ഉറപ്പോടെ പറഞ്ഞതും അവൻ്റെ നെഞ്ചൊന്ന് വിറച്ചത് അവൻ വ്യക്തമായി തന്നെ അറിഞ്ഞു. ഇങ്ങനെ ഒന്നിനു വേണ്ടി ഒരിക്കൽ പോലും എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നില്ല. ഒരിക്കലും ഇന്ദ്രേട്ടനെ ഞാൻ ആ സ്ഥാനത്ത് കണ്ടിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രേട്ടൻ ധാത്രിയേച്ചിയുടെ ആരും ആരുടെയും സ്വന്തമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇവിടെ എനിക്കൊപ്പം ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. അവൻ അവളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. പിന്നെ എന്തിനാ അന്ന് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അങ്ങനെ ഒന്നിന് കൂട്ടുന്നേ? ഇഷ്ടമില്ലായിട്ട് കൂടി ധാത്രി അന്ന് അങ്ങനെ ചെയ്യല്ലാതെ എനിക്ക് മുന്നിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ തന്നെ നോക്കാതെ തന്റെ മുടിയിലൂടെ വിരലോടിക്കുന്നവരുടെ മുഖത്ത് ഓരോ ഭാവവും മനസ്സിൽ പതിപ്പിച്ചിടുന്നുകൊണ്ട് പറഞ്ഞു. അതെന്താ അങ്ങനെ? അവൾ അവനെ നോക്കാതെ തിരക്കി. ആഗ്രഹിച്ചിലേക്ക് എത്തിച്ചേരാൻ അപ്പോൾ ആ താലികെട്ട് അനിവാര്യമായിരുന്നു. അവൻ പറഞ്ഞു. അതുവരെ അവന്റെ മുടികൾക്കിടയിലൂടെ ഇഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന അവളുടെ വിരലുകൾ പെട്ടെന്നൊരു നിമിഷം ഒന്ന് നിശ്ചലമായി. എത്രയൊക്കെ നല്ലവനാണെന്ന് സ്വയം പറഞ്ഞു നടന്നാലും നാൽപ്പാട് ശിവശങ്കരൻ തമ്പിയുടെ ചോരയല്ലേ. ഒരു നിമിഷത്തേക്ക് ആഗ്രഹിച്ച നേടിയെടുക്കാൻ നെഞ്ച് കല്ലാക്കിയിട്ടാണെങ്കിലും എനിക്കപ്പം അങ്ങനെ ചെയ്യേണ്ടി വന്നു. അവൻ തന്നെ ഉറ്റുനോക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവനെ നോക്കിക്കൊണ്ടിരുന്ന അവിടെ ആ മുഖത്ത് ചുളിവുകൾ ഓരോന്നായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ആഗ്രഹമോ? എന്താഗ്രഹം? അങ്ങനെ ഒരു കാര്യം ചെയ്ത് നേടിയെടുക്കാൻ മാത്രം എന്താ ആഗ്രഹം ഇന്ദ്രനുള്ളിൽ ഉണ്ടായിരുന്നു? അവൾ അവനെ നോക്കി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു ജീവിതം എന്ന ആഗ്രഹം. അവൻ അവളെ നോക്കി പറഞ്ഞു. എനിക്ക് ജീവിക്കണമായിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെയല്ല എനിക്ക് എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കണമായിരുന്നു. എനിക്ക് മാത്രമല്ല അവൾക്കും. അപ്പം എനിക്ക് തോന്നി ആ നിമിഷം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റില്ല എന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലാതെന്ന് എനിക്ക് മനസ്സിലായത് അന്ന് ആ അമ്പലത്തിൽ വെച്ച് അവളുടെ കഴുത്തിലേക്ക്. അവൻ മനസ്സിനെ മടുപ്പിക്കുന്ന ആ നിമിഷത്തെ അകറ്റാനെന്നപ്പോൾ തൻ്റെ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചുകൊണ്ട് തുറന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു നിമിഷം ഉണ്ടെങ്കിൽ അതായിരിക്കും. അവൻ നിറഞ്ഞ സഹിഷ്ണുതയോടെ പറഞ്ഞു. എന്നിട്ട്? അവൾ അവനെ നോക്കാതെ ചോദിച്ചു. അന്നത്തെ എൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം മനസ്സിലാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു ദേവി ഒരിക്കൽ കൂടി അതേ കർമ്മം അതിലും മനോഹരമായി നിർവഹിക്കാനെന്നപ്പോൾ എന്നെ ആ സന്നിധിയിൽ വീണ്ടും എത്തിച്ചു. അവൻ അവളെ നോക്കി ശാന്തമായ മുഖത്തോടെ പറഞ്ഞു. അവൾ പിടച്ചുയർന്ന ഹൃദയതാളത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അങ്ങനെ ഇരുന്നു പോയി. നിമിഷങ്ങൾ നീണ്ടുപോയി. വാക്കുകൾ അവർക്കിടയിലെ മൗനത്തിൽ കുതിർന്നില്ലാതെയായി. ശബ്ദങ്ങൾ ഓരോന്നും അവർക്കുള്ളിൽ പ്രണയമായി പതിഞ്ഞു. അവളുടെ ആ കണ്ണുകളിൽ നോക്കി കിടക്കുമ്പോൾ അവളുടെ ഉള്ളിലെ പ്രണയം ഒരു വർഷം പോലെ അവർ വന്ന് പൊതിഞ്ഞുകൊണ്ടിരുന്നു. അതൊരു കാഴ്ചയല്ല, ഒരനുഭവമായിരുന്നു. അവളെ സ്നേഹിക്കുന്നതിൻ്റെ അതീവ ശാന്തവുമായ ഒരു നേർത്ത താളം. ആ നിമിഷം അവിടെ ആ കണ്ണുകളിൽ മാത്രം കുടുങ്ങിക്കിടക്കാൻ അവൻ ആഗ്രഹിച്ചു പോയി. തനിക്ക് ചുറ്റിനുമുള്ള ലോകത്തിൽ നിന്നെല്ലാം വിട്ടകന്നുകൊണ്ട് അവൾക്കൊപ്പം ആ നിമിഷത്തിൽ അലിഞ്ഞു ചേരാൻ അവൻ്റെ ഹൃദയം തുടിച്ചു. അവനും അവളും മാത്രം അടങ്ങുന്ന ആ പ്രണയ നിമിഷത്തിൽ എവിടെയെങ്കിലും തങ്ങളിരുവരും കുടുങ്ങിപ്പോയിരുന്നെങ്കിലെന്ന് അവൻ ആശിച്ചു പോയി. ഒരു മയക്കം കഴിഞ്ഞ് കണ്ണുറന്നവൻ കാണുന്നത് തനിക്ക് മുമ്പിൽ തലതോർത്തുന്നവളെയാണ്. ഒരു കറുപ്പ് കര വരുന്ന മുണ്ട് നേരിയതുമാണ് അവളുടെ വേഷം. അരകവിഞ്ഞു കിടക്കുന്ന മുടിയെല്ലാം മുന്നിലേക്കിട്ട് ജനലരികിൽ വന്ന് നിന്ന് തലതോർത്തുകയാണവൾ. അവനൊന്ന് കൈ മുകളിലേക്ക് ഉയർത്തി തെളിഞ്ഞ ശേഷം കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങവെയാണ് തനിക്കടിയിൽ കിടന്നിരുന്ന കുഞ്ഞിനെ അവിടെ കാണുന്നില്ലെന്ന് ശ്രദ്ധിച്ച്. കിടക്കയിൽ കുഞ്ഞിനെ കാണാതായതും അവന്റെ കണ്ണു മുറിയിൽ ആകമാനമൊന്ന് അലഞ്ഞടന്നു. കട്ടിലിനരികെ ചേർന്ന് കിടക്കുന്ന തൊട്ടിൽ നിന്ന് ഒച്ചയും അനക്കവും കേട്ടതും അവൾ അവിടെയുണ്ടെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പുറകിൽ എന്തൊക്കെയോ അനക്കറിഞ്ഞു തുടങ്ങിയതും അവൾ വേഗം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മതിയാക്കിക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നവനെയാണ്. എഴുന്നേറ്റോ? അവൾ അവനോട് ചോദിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചിരുന്ന തോർത്ത് അവിടെ കിടന്ന കസേരയിലേക്ക് ഇട്ട ശേഷം അവനരികിലേക്ക് നടന്നു. എന്ത് പണിയേന്ദ്രേട്ട കാണിച്ച്? ഞാൻ പറഞ്ഞില്ല ഭക്ഷണം കഴിച്ചൊരു കുളി കൂടി കഴിച്ചിട്ട് കിടന്നാ മതിയെന്ന്. അവൾ തന്നെ നോക്കിയിരിക്കുന്നവനെ ശ്രദ്ധിക്കാതെ ചോദിച്ചുകൊണ്ട് അവന് നെറ്റിയിൽ കൈവച്ചൊന്ന് തൊട്ട് നോക്കി. പനി അതുപോലെ തന്നെയുണ്ട്. മര്യാദക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചൊരു കുളി കഴിച്ചിരുന്നെങ്കിൽ ഇതിപ്പോ കുറഞ്ഞേനെ. ആൾ അവന്റെ നെറ്റിയിലും കഴുത്തിലുമെല്ലാം കൈവച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്ന കുളിരിലും ഗന്ധത്തിലും മയങ്ങി അങ്ങനെ ഇരുന്നു പോയിരുന്നു. ഇപ്പൊ കുളിക്കുന്നോ? അങ്ങനെയാച്ചാൽ ഞാൻ ചൂടുവെള്ളം വെക്കാം.
അവൾ അവനെ നോക്കി ചോദിച്ചു. എവിടെ? അവിടെ ഇപ്പോഴും അതൊന്നും അറിയാതായി ഇരുത്തുന്നിടുകയാണ്. ഇന്ദ്രേട്ടാ? അവനിൽ നിന്നൊരു മറുപടി വരാതായതും അവൾ അവനെ ഇത്തിരി ശബ്ദമുയർത്തി വിളിച്ചു. ആ. അവനൊന്ന് ഞെട്ടി ഉണർന്ന പോലെ ഒന്ന് വിളി കേട്ടു. ഇപ്പൊ കുളിക്കുന്നോന്ന്? അവൾ ഒരിക്കൽ കൂടി അവനോട് അതേ ചോദ്യം ആവർത്തിച്ചു. ഇല്ല. അവൻ അവളിൽ നിന്ന് തന്റെ കണ്ണ് മാറ്റിക്കൊണ്ട് അവളോട് പെട്ടെന്ന് പറഞ്ഞു. എന്നാ ഇങ്ങനെ ഇരിക്കാതെ എഴുന്നേറ്റ് താഴേക്ക് വാ, ഞാൻ ഭക്ഷണം എടുക്കാം. സമയം എന്തായെന്നറിയോ? അവൾ അവനോട് പറയുന്നതിനിടെ മുടിയൊന്ന് കുളിപ്പിന്നിലിട്ടുകൊണ്ടിരുന്നു. അവൻ അവളെ നോക്കിക്കൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു കഷ്ണം പുട്ട് കഴിച്ചതാണ്. അത് കഴിഞ്ഞ് നേരെ ഇത്രയായിട്ടൊന്നും തന്നെ വയറ്റിലോട്ട് ചെന്നിട്ടില്ല. അതിൻ്റെതായ വിശപ്പും ക്ഷീണവുമെല്ലാം അവനിൽ വേണ്ടുവോളമുണ്ട്. വാ. അവൾ തൊട്ടിൽ കിടന്ന കുഞ്ഞിനെ എടുത്ത് മുന്നേ നടന്നുകൊണ്ട് അവനോടായി പറഞ്ഞു. അവളുടെ ആ പറച്ചിലും പോക്കും കാണെ അവന്റെ കണ്ണുകളൊന്നും ചുരുങ്ങാതിരുന്നില്ല. എന്തൊക്കെയോ ചില ചെറിയ വലിയ മാറ്റങ്ങൾ അവളിലാകെ പടർന്നു കയറിക്കുന്നത് അവന് പ്രകടമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. വാതിൽക്കിൽ നിന്നുകൊണ്ട് അവൾ ചോദിച്ചതും അവൻ അവളെന്ന ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് അവർക്കൊപ്പം താഴേക്ക് നടന്നിരുന്നു. എടാ കൊച്ചുമോനെ, മുത്തശ്ശനെ ഒന്ന് പിടിച്ചേടാ. ചന്ദ്രഹാസൻ അമ്പലത്തിന്റെ പടികൾ ഓരോന്നായി ഇറങ്ങുന്നതിനിടെ മേഘനോടായി പറഞ്ഞു. അവനെ അയാൾ ഒരു കയ്യാൽ ചുറ്റിയെടുത്തുകൊണ്ട് താഴേക്ക് നിർത്തിയിരുന്നു. അത് കാണാൻ അവിടെ ഉണ്ടായിരുന്ന ബാക്കി സ്ത്രീജനങ്ങളെല്ലാം അയാളെ നോക്കി ചിരിച്ചു. അയ്യേ, ആ തരുണീമണികളുടെ മുന്നിൽ നീ എന്റെ മാനം കളഞ്ഞല്ലോടാ കണ്ണാ. അയാൾ അവരെ നോക്കി ചിരിയൊക്കെ കടന്നുപോയ സ്ത്രീകളെ നോക്കിക്കൊണ്ട് അടുത്തുനിന്ന് മേഘനോടായി പറഞ്ഞു. ഏത് തരുണീമണി? അവൻ അയാളൊന്ന് പാടെ പുച്ഛിച്ചു വിട്ടുകൊണ്ട് ചോദിച്ചു. ഛേ, എന്നാലും അവരെന്ത് കരുതി കാണും? അയാൾ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവനോടായി പറഞ്ഞു. കാലിന് സ്വാധീനമില്ലാത്ത മുത്തശ്ശനെ ഒന്ന് കാലുറപ്പിച്ച് നടക്കാൻ പോലും സമ്മതിക്കാതെ എടുത്തുകൊണ്ട് നടക്കുന്ന സ്നേഹസമ്പന്നനാണ് അവരുടെ ചെറിയ തമ്പുരാനെന്ന് കരുതി കാണും. മേഘൻ ഷർട്ടിന്റെ ഓരോ ബട്ടണുകളായിരുന്നതിനിടെ അയാളോടായി പറഞ്ഞു. ആർക്കാണ് അവിടെ കാലിന് സ്വാധീനമില്ലാത്ത? അവനെ ആ പറച്ചിൽ തീരെ ഇഷ്ടപ്പെടാഞ്ഞ ചന്ദ്രഹാസൻ അവനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചതും സൗദാമിനിയും നന്ദകി അവർക്ക് എതിർവശം നടന്നു വരുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്നിച്ചാണ്. നാൽപ്പാട്ട് തറവാട്ടിലെ അമ്മ തമ്പുരാട്ടിയും മരുമോള് തമ്പുരാട്ടി അല്ലടാ കൊച്ചുമോനെ ആ വരുന്നത്. ചന്ദ്രഹാസൻ അവരെ ഒന്ന് കണ്ണു ചുരുക്കി നോക്കിക്കൊണ്ട് തനിക്കടുത്ത് നിൽക്കുന്ന മേഘനെ നോക്കി പറഞ്ഞു. അവര് മാത്രമല്ല, എന്റെ തമ്പുരാട്ടിയും വരുന്നുണ്ട്. അവൻ അവർക്ക് പുറകിലായി നടന്നു വരുന്നവരിൽ നിന്ന് അണുവീണ പോലും തന്റെ കണ്ണുകളെ പിടിച്ചു മാറ്റാതെ അയാളോടായി പറഞ്ഞു. അത് ശരി, മോള് വരുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന്റെ കൂടെ വന്നേനെ. എന്നിട്ട് എന്തിനാ ഈ കോഴി സ്വഭാവം കാണിച്ച് അവളുടെ മുന്നിലൂടെ എന്നെ കളസിടാത്തവനെ കൂട്ട് നിർത്തിക്കാനല്ലേ? അവൻ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ തന്നെ അയാൾക്ക് മറുപടി കൊടുത്തു. ഓ, അതിപ്പോ ഞാനായിട്ട് നിർത്തിക്കണം എന്നില്ലല്ലോ. നീ ഇപ്പോഴും അവൾക്ക് മുന്നിൽ അങ്ങനെ തന്നെയാ നിൽക്കുന്നേ. അയാൾ അതേ നാണയത്തിൽ തന്നെ അവനുള്ള മറുപടി നൽകി. അതാ ചന്ദ്രമംഗലത്തെ ചെറുക്കനല്ലേ അമ്മേ? നന്ദി സൗദാമിനിയോടായി തിരക്കി. അവരിൽ നിന്ന് മുഖം മാറ്റാതെ അവർ ഒന്ന് മൂളി. നല്ലൊരു ദിവസമായിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ട് കണ്ട കാഴ്ച എന്തായാലും കൊള്ളാം. നന്ദി ഇഷ്ടക്കേടോടെ മുറുമുറുത്തു. ആ ബ്ലാഞ്ചിയുള്ള വരവ് കണ്ടിട്ട് ചൊറിയുന്ന ലക്ഷണാണ് കാണുന്നത്. നല്ലോണം ഒന്ന് മാന്തി വിട്ടേക്കണടാ കൊച്ചുമോനെ. ചന്ദ്രഹാസൻ തങ്ങൾക്കരികിലെത്താറായവരെ നോക്കിക്കൊണ്ട് തനിക്കരികിലായി നിന്നവരോട് പറഞ്ഞു. അത് പിന്നെ പ്രത്യേകം പറയണം മുത്തശ്ശ. അവൻ അവരിൽ നിന്ന് കണ്ണു മാറ്റാതെ ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി എടുത്തുകൊണ്ട് അയാളോടായി പറഞ്ഞു. ഇങ്ങോട്ട് നീങ്ങി നടക്കുന്ന അന്തകി സ്ത്രീകൾ അടുത്തൂടെ പോയി അവരെ ഭസ്മാക്കുന്ന കൂട്ടങ്ങളാ. സൗദാമിനി അവർക്കടുത്തെത്തിയും ഉള്ളിൽ നിറഞ്ഞ അവജ്ഞയോടെ നന്ദിയോടായി പറഞ്ഞു. അയ്യോ, അങ്ങനെ ഭസ്മാവായിരുന്നെങ്കിൽ നീ പണ്ടേ ഭസ്മായിരുന്നല്ലോടി സൗദാമിനി. അവരുടെ ആ വർത്തമാനം കേട്ടതും ചന്ദ്രഹാസനെ അയാളുടെ മീശ ഒന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞതും ആറ് വലിയ രീതിയിൽ തന്നെ ഒന്ന് പതറി. നീ കേട്ടോടാ കൊച്ചുമോനെ, പണ്ട് നിന്റെ മുത്തച്ഛന്റെ മുണ്ടും താങ്ങി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നാൽപ്പാട്ട് സൗദാമിനി തമ്പുരാട്ടിക്ക്. എന്റെ ഭാഗ്യം കൊണ്ടോ അതോ നിങ്ങൾ ചെയ്ത സുഹൃതം കൊണ്ടോ നിന്റെ അമ്മമ്മയുടെ സ്ഥാനം ഈ നിൽക്കുന്നവൾക്ക് കിട്ടിയില്ല. അതിനു മുന്നേ ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ആ ചങ്കരൻ തമ്പി ഇവൾ അങ്ങോട്ടേക്ക് കെട്ടിയെടുത്തു. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ അന്നത്തെ ഇവളുടെ പ്രകടനം കണ്ടിട്ട് എല്ലാരും കൂടി ഈ നിൽക്കുന്ന ചാദനത്തിനെ എന്റെ പേടയിലോട്ട് അങ്ങ് വെച്ച് കെട്ടി തന്നേനായിരുന്നു അല്ലേ ചൗദം? അയാൾ അവരെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് ചോദിച്ചു. അവരോട് നിന്ന് പരിങ്ങി. അന്നത്തെ ആ തീരുമാനം കൊണ്ട് നിസ്സാര ഭാഗ്യമല്ലാണ് മുത്തശ്ശ ഇവരെ തേടി വന്ന്. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പാതിരാകോഴിയുടെ അന്തർജനപ്പെട്ടല്ലേ ഇവർക്ക് കിട്ടിയത്. മേഘൻ തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നവരെ നോക്കി പറഞ്ഞു. ഭൂവി അവർക്കടുത്തേക്ക് വന്നിരുന്ന ഒരുപോലെയാണ്. നീ അധികം അങ്ങ് നെകളിക്കാതെ ചെറുക്ക. പറഞ്ഞു വരുമ്പോ നീയോ അത് തന്നെയല്ലേ ചെയ്യുന്നത്. അവര് രഹസ്യമായി ചെയ്യുന്നത് നീ പരസ്യമായിട്ട് നന്ദി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ അവളുടെ കവിള് പൊകഞ്ഞിരുന്നു. അവർ കവിളിൽ കൈവച്ചുകൊണ്ട് നേരെ നോക്കിയതും കാണുന്നത് തന്നെ നോക്കി കൈ കുടയുന്നവളെയാണ്. ഡി, നീ എന്നെ തല്ലിയല്ലേ? അവൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെന്നു. മേഘൻ അവർക്കിടയിലേക്ക് ആയിരുന്നിരുന്നു. അത് വേണ്ട. അവളുടെ അടുത്തേക്ക് വന്നുള്ള വർത്തമാനം പറച്ചിലൊന്നും വേണ്ട. തീരെ ക്ഷമയില്ലാത്ത കൊച്ച. നിങ്ങളുടെ ഈ പുഴുവരിക്കുന്ന നാക്കും വെച്ച് വീണ്ടും അങ്ങോട്ട് കയറി കൊടുത്താലേ
ഇപ്പൊ കിട്ടിയതുപോലെ ഒന്നുകൂടെ കിട്ടാൻ ചാൻസ് ഉണ്ടേ. വെറുതെ എന്തിനാ എന്റെ കൊച്ചിന്റെ കൈ ചെയ്തേക്കുന്നത്? അവൻ അവർക്ക് മുമ്പിലേക്കായിരുന്ന ശേഷം വിനയം വാരി വിതറിക്കൊണ്ട് പറഞ്ഞു, അങ്ങോട്ട് മാറിക്ക്. തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരെ തള്ളി മാറ്റിക്കൊണ്ട് ആൾ അവർക്ക് മുമ്പിലേക്ക് വന്നു നിന്നു. നിങ്ങളും ഞാനും തമ്മിലൊരു പ്രശ്നവുമില്ല. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും എനിക്കതിന് തീരെ താല്പര്യമില്ല. പിന്നെ ഇപ്പൊ കിട്ടിയ ഈ അടി അത് നിങ്ങൾ നല്ലോണം ഓർമ്മയിൽ വെച്ചേക്ക്. ഇല്ലേ ചിലപ്പോൾ ഇനി നമ്മൾ തമ്മിൽ കാണുന്ന സാഹചര്യത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങളുടെ വായിൽ നിന്ന് വീഴാതിരിക്കാൻ ഈ അടി ബെസ്റ്റാ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വെടൽ വർത്താനങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ആൾ തനിക്ക് മുമ്പിൽ കലിയുള്ളിൽ നിൽക്കുന്ന നന്ദകിയെ നോക്കി പറഞ്ഞു, നീ ഒന്ന് കരുതിയിരുന്നോ? നീ എന്നെ അടിച്ചല്ലേ? ഈ അടി അധികം വൈകാതെ തന്നെ നിന്നെ തേടി വന്നിരിക്കും. ആരോടെ കണ്ണുകളിലേക്ക് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞു നടന്നു. മരുമോള് പോയി, ചൗതം പോകുന്നില്ലേ? ചന്ദ്രാസൻ അവിടെ പരിങ്ങേൽക്കുന്ന സൗദാമിനിയെ നോക്കി ചോദിച്ചു. അവരെല്ലാവരെയും നോക്കി പേടിപ്പിച്ചുകൊണ്ട് സൗദാമിനി അവിടെ നടന്നു നീങ്ങി. നോക്കിയൊക്കെ നടന്നു പോകുന്ന വഴി വല്ല അണലിയോ മൂർഖനോ കണ്ടിട്ട് അവർക്കൊന്ന് കടിക്കണം തോന്നിയാ അതുങ്ങളുടെ കാര്യം അവതാളത്തിലാവേ. വെറുതെ എന്തിനാ അതുങ്ങളെ കൊലക്കൊടുക്കുന്നത്? ചന്ദ്രാസൻ നടന്നു പോകുന്നവരെ നോക്കി വിളിച്ചു പറഞ്ഞു. അവർ തന്റെ പല്ലുകൾ തമ്മിലൊന്ന് കൂട്ടിയിറുമി. എന്നാലും എന്റെ ഭാര്യ, നീ എന്താണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന കാര്യനോട് പറയാഞ്ഞേ? പറഞ്ഞിരുന്നെങ്കിൽ ഒന്നിച്ച് ഇറങ്ങായിരുന്നല്ലോ. മേഘൻ ചുറ്റിനൊന്ന് കണ്ണോടിച്ചുകൊണ്ട് തനിക്കരികിൽ നിന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് തനിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നിട്ടെന്തിനാ? ഇതുവരെ ഒട്ടം വരാനല്ലേ? ഇയാൾ എന്നെ കെട്ടിയെടുത്ത് ഇവർ ആദ്യം എല്ലാവരും അറിയിക്കും. എന്നിട്ട് ഈ തുമ്പിക്കൈയും കൊണ്ട് വാ. ആൾ തന്നെ തോളിലിരുന്ന് അവന്റെ കൈയെടുത്ത് മാറ്റി പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ച ശേഷം അമ്പലത്തിലേക്ക് നടന്നു നീങ്ങി. എടാ കൊച്ചുമോനെ, അവൻ അവൾ പോകുന്ന നോക്കിന്നുകൊണ്ടൊന്ന് മൂളി. അവള് ഞാൻ വിചാരിച്ചതിലും മിടിക്കാടാ, മിടുക്കി. ചന്ദ്രാസൻ ക്ഷേത്രവടികൾ ഓരോന്നായി കയറുന്നവൾ നോക്കി തനിക്കരികിൽ നിൽക്കുന്നവരോട് പറഞ്ഞു, അവളുടെ ആ മിടുക്ക് നേരത്തെ തിരിച്ചറിഞ്ഞോണ്ടല്ലേ മുത്തച്ഛ? ആ മുടുക്കിയെ ഞാൻ എന്റെ തമ്പുരാട്ടിക്കുട്ടിയായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്ത്. മേഘം തന്നെ തിരിഞ്ഞു നോക്കി പേടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്കായിരുന്നവളെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ നോക്കിക്കൊണ്ട് ചന്ദ്രാസനോടായി പറഞ്ഞു. അയാൾ അതിനൊന്ന് ചിരിച്ചു കൊടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെ കിണിച്ചുകൊണ്ട് നിൽക്കാതെ അങ്ങോട്ട് നടക്കുകയായിരുന്നവരെ, നിങ്ങളെ കൊണ്ടിട്ട് വിടണം എനിക്ക് എന്റെ കുഞ്ഞമണി കൂട്ടാൻ വരാൻ. അവൻ ചന്ദ്രാസന്റെ കയ്യിൽ പിടിച്ച് അയാളെ മുന്നിലേക്ക് നടക്കാൻ സഹായിക്കുന്നതിൽ പറഞ്ഞു. അതിനെന്താടാ, മോള് വരട്ടെ, അതുവരെ നമുക്ക് കാക്കാം. ഓ, അത് ഇപ്പോഴെങ്ങും കഴിയൂല. നീ ആരാധന കഴിഞ്ഞ് നടയടക്കാതെ ദുർഗാദേവിനെയും പുറത്തേക്ക് ഇറങ്ങില്ല. അവൻ ചന്ദ്രാസനോടായി പറഞ്ഞുകൊണ്ട് അയാളുമായി വണ്ടിക്കരിയിലേക്ക് നടന്നു. നല്ലോണം അങ്ങോട്ട് ആവി പിടിക്കുന്നേട്ടാ, ആ തലവേദനയും ജലദോഷം അങ്ങോട്ട് പോട്ടെ. നീലി കുഞ്ഞുമായി അവനരികിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. മതി, അവൻ പറഞ്ഞുകൊണ്ട് പുതപ്പ് മാറ്റി എഴുന്നേറ്റു. ശരിക്കും അങ്ങോട്ട് വിയർത്തില്ല കേട്ടോ. ആൾ അവന്റെ മുഖത്തൂടെ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു. വിയർത്തു. അവനവളുടെ ഇടുപ്പിൽ തിരികെ നേരിയതിന്റെ അറ്റം പിടിച്ച് വലിച്ച് അതിൽ മുഖം തുടച്ചുകൊണ്ട് അവൾ നേരെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ ഒരു നിമിഷം കറണ്ട് അടിച്ച കാക്കയെ കൂട്ടങ്ങനെ നിന്നുപോയി. എനിക്ക് ചൂടോടെ കഴിക്കാൻ എന്തെങ്കിലും വേണം. അവൻ അവൾ നോക്കി പറഞ്ഞു. എന്താ വേണ്ടേ? അവളൊരു വിക്കലോട് അവനോട് തിരക്കി. എന്തേലും. ഇപ്പോഴല്ലേ കഞ്ഞി പിടിച്ച്? അവൾ അവനോട് തിരക്കി. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറയേ. അവൻ ഈർഷ്യയോട് അവളോട് പറഞ്ഞു. ഞാനുണ്ടാക്കാം. ആൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായി അടുക്കളയിലേക്ക് നടന്നു. നീ ഇതെങ്ങോട്ടാടി കുഞ്ഞിനെ കൊണ്ടുപോണ്? അവളുടെ ആ പോക്കാണ് ഇന്ദ്രൻ അവളോട് വിളിച്ചു ചോദിച്ചു. പിന്നെ കുഞ്ഞിനെ ഇന്ദ്രേട്ടന്റെ കൈ തരാൻ പറ്റില്ലല്ലോ, പനിയല്ലേ? അവൾ അവനോട് പറഞ്ഞോണ്ട് തിരികെ നടന്നു. അല്പസമയം കഴിഞ്ഞതും അവൾ കയ്യിലൊരു പാത്രം പിടിച്ച് റൂമിലേക്ക് വരുന്നുണ്ടതും കട്ടിലിരുന്നവൻ അവളുടെ കയ്യിലിരുന്ന പാത്രം വേഗം വാങ്ങി കയ്യിലേക്ക് പിടിച്ചു. നിനക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നോ? നീ എന്തിനാ ഇതുമായിട്ട് മുകളിലേക്ക് വന്ന്? അവനവളെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു. സാരില്ല. അവൾ അവനോടായി പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് ഇരുന്നു. അതൊന്നും നോക്കിക്കൊണ്ടവൻ അവൾ കൊണ്ടുവന്ന പാത്രം തുറന്നു നോക്കി. അതിൽ നിരത്തിയിരിക്കുന്ന ചൂടുഴുന്നോടെ കണ്ടതും അതിലൊന്നെടുത്ത് പൊട്ടിച്ചവൻ വായിലേക്ക് വെച്ചു. മേ അത് കാണെ കുഞ്ഞിപ്പെണ്ണ് അവിടെ മടിയിലിരുന്ന് അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഞെളിവിരി കൊണ്ടു. ഓ, അവൾ അതിനൊന്ന് വിളിയേറ്റുകൊണ്ട് അതിൽ നിന്നൊന്നെടുത്ത് പൊട്ടിച്ച് അതിലെ ഉള്ളിലെ ഒരു ഭാഗം കയ്യിലേക്ക് കൊടുത്ത് ഒന്ന് ഞെക്കി ഊതിക്കൊണ്ട് കുഞ്ഞിന്റെ വായിലേക്കായി വെച്ചു കൊടുത്തു. ആളത് പെട്ടെന്ന് തന്നെ നുണഞ്ഞിറക്കി. അത് തീരുന്നിടം വരെ ആ പ്രക്രിയ അതങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇന്ന് ഇടയ്ക്കെപ്പോഴോ തനിക്ക് മുന്നിലേക്ക് നീണ്ടുവന്ന കൈക്കൊപ്പം കാതിലേക്ക് ആ വാക്കുകൂടി കടന്നു വന്നു. അവൾ തനിക്ക് മുന്നിൽ നിൽക്കുന്നവനൊന്ന് മിഴിച്ചു നോക്കി. വാതുറക്കടി. താൻ വെച്ച് നീട്ടിയത് കഴിക്കാതെ തന്നെ നോക്കിയിരിക്കുന്നവൾ അറിയെ അവൻ അവളെ നോക്കാതെ പറഞ്ഞുകൊണ്ട് അത് അവളുടെ അല്പം വിടർന്നിരുന്ന ചുണ്ടുകൾക്കിടയിലേക്ക് തിരികെയതും അവൾ വേഗം അത് വായിലേക്ക് വാങ്ങിയിരുന്നു. എന്റെ ദേവി, ഇങ്ങേരുത് എന്തോ ഉദ്ദേശിക്കുന്നേ? അവൾ അടുത്ത കഷ്ണം തനിക്ക് നേരെ വെച്ച് നീട്ടാൻ ഒരുങ്ങുന്നവനെ കാണാൻ മനസ്സിൽ ചിന്തിച്ചു. നീക്ക് മതി ഇന്ദ്രേട്ടാ. അതവൻ അടുത്തേക്ക് നിർത്താൻ ഉദ്ദേശമില്ലെന്ന് കണ്ടതും അവൾ എന്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു. മതിയോ? അവൻ അവളെ നോക്കാതെ അലക്ഷ്യമായി ചോദിച്ച് കയ്യിൽ കരുതി വായിലേക്ക് ഇട്ടുകൊണ്ട് ആ പാത്രം അവിടെയുള്ള ടേബിളിലേക്ക് വെച്ചു. ഇനി അടുത്തത് എന്താണാവോ? അവന്റെ ആ പരിങ്ങിയുള്ള നൃത്തം കാണെ അവൾ മനസ്സിൽ ചിന്തിച്ചു. ഡീ,
വിചാരിച്ച പോലെ തന്നെ അധികം താമസിയാതെ അവന്റെ വിളി വന്നു. എന്താ ഇന്ദ്രേട്ടാ? ആൾ അവനെ നോക്കി ചോദിച്ചു. നീ എന്താ ഇന്ന് അത് വെക്കാഞ്ഞേ? അവനവിടെ മുഖത്ത് നോക്കാതെ അലസഭാവത്തിൽ ചോദിച്ചു. ഏത്? ആളൊന്നും മനസ്സിലാവാതെ അവനോട് തിരക്കി. പൊട്ട്. അവൻ അവളോട് അലക്ഷ്യമായി ചോദിച്ചു. അവന്റെ ചോദ്യവും മുഖഭാവവും എത്ര വേണ്ടെന്ന് വെച്ചിട്ട് അവൾക്കുള്ളിൽ ഒരു ഹിന്ദോളം വിടർത്തി. മറന്നുപോയി. അവളുടുത്തിരുന്ന നേരിയതിനാൽ കുഞ്ഞിന്റെ വായും തുടച്ചു കൊടുത്തുകൊണ്ട് അവനോടായി പറഞ്ഞു. എന്നാ ഇപ്പൊ വെച്ചുകൂടെ? അവൻ അവളെ ഒന്ന് പാളി നോയിക്കൊണ്ട് ചോദിച്ചു. ഇനിയിപ്പോ ഈ സന്ധ്യാനേരത്ത് പൊട്ടക്കുത്തിയിട്ട് എന്തിനാ? നാളെ ആവട്ടെ. അവളൊട്ടും താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അവിടെ ഇരുത്തിയ ശേഷം കഴിച്ചു വെച്ച പാത്രവും എടുത്ത് പുറത്തേക്ക് നടന്നു. അങ്ങനെ ഇപ്പൊ സിമന്റ് പൊട്ടുത്തി കാണണ്ട. ആദ്യനോട് മര്യാദക്കൊന്നും മിണ്ട്, എന്നിട്ടാവും പൊട്ടൂത്തലും പാസരം കെട്ടലൊക്കെ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് താഴേക്കുള്ള പടികൾ ഓരോന്നായി ഇറങ്ങി. ചോദിക്കണ്ടായിരുന്നു പുല്ല്. അവൻ അവൾ പോയ വഴിയെ നോക്കി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനരിയിലേക്ക് വന്നിരുന്നു. അവൾക്ക് ഈടായിട്ട് എന്നോട് ലേശം ബഹുമാനക്കുറവുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ വിരട്ടിയാലൊന്നും അത്ര കണ്ട് ഏൽക്കുന്നില്ല. അവൻ കുഞ്ഞിനെ നോക്കി കാര്യഭാഗത്തിൽ പറഞ്ഞു. വരട്ടെ, ശരിയായി കൊടുക്കാം. അവൻ പറഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് ചാടി. അത്യധികം ദേഷ്യത്തിലകത്തേക്ക് വന്ന നന്ദകി അവിടെ ഹാളിലിരുന്ന് ഓരോരോ സാധനങ്ങൾ താഴേക്ക് എറിഞ്ഞെടുക്കാൻ തുടങ്ങി. നന്ദിനി! സൗദാമിനി അവരെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ പേരെടുത്ത് വിളിച്ചു. തൊട്ടുപോലെ തന്നെ അവർ സൗദാമിനിക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചിരുന്ന ഫ്ലവർ വേസ് താഴേക്ക് എറിഞ്ഞു. നീ ഇതെന്ത് ഭ്രാന്തായി കാണിക്കണേ? അവർ വീണ്ടും നന്ദയിക്കരിയിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. ഈ ഭ്രാന്ത് എനിക്ക് വരാൻ കാരണം നിങ്ങൾ ഓരോരുത്തരാ. അവർ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന സൗദാമിനിയുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവർക്ക് നേരെ അലറിയതും അവിടെ നടക്കുന്ന ബഹളം കേട്ട് ഓരോരുത്തരെയും ഹാളിലേക്ക് ഇറങ്ങി വന്നിരുന്നു. എന്താ എന്താ ഇവിടെ? ശിവശങ്കരൻ അങ്ങോട്ട് വന്നുകൊണ്ട് അവരോടായി കാര്യം തിരക്കി. ഓ, വന്നല്ലോ കോലത്തെ കാരണവര്. നിങ്ങൾ ഒറ്റൊരുത്തനാ എന്റെ ജീവിതം തൊലച്ച്. നന്ദകി! നന്ദകി അയാളെ നോക്കി ആക്രോശിച്ചു. നന്ദകി! സൗദാമിനി അവരെ ശാസനയുടെ സ്വരത്തിലൊന്ന് വിളിച്ചു. മതിയായി എനിക്ക്. ഈ നരകത്തിൽ കിടന്ന് അനുഭവിച്ചു കൂട്ടിയ അപമാനൊന്നും പോരായിട്ടാണോ ദേവി? നീ എനിക്ക് കണ്ടുവിട്ട് കയ്യിൽ നിന്ന് ഒരു അടി വാങ്ങി തരുന്നേ. ആറ് മുതല കണ്ണീരൊഴുക്കിക്കൊണ്ട് ആരോട് നില പറഞ്ഞു. ഇങ്ങോട്ട് എന്ന് കെട്ടിയെടുത്തോ അന്ന് തൊട്ട് നേരിടുന്ന ഞാൻ ഈ അപമാനം. ആർ പറയുന്നതിനൊപ്പം ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു നീക്കി. നീ എന്തൊക്കെയാടി പറയുന്നേ? ആരെന്താ അവർക്കരിയിലേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു. മാറിക്കണോ വിക്കാത്താൻ? അവരെ അയാളെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് അമറി. നന്ദകി! ശിവശങ്കരൻ തമ്മിയുടെ ശബ്ദം അവർക്ക് നേരെ ഉയർന്നു. അലറണ്ട! അവരെ അയാളെ നോക്കി എരിയുന്ന കണ്ണുകളോട് പറഞ്ഞു. ആദ്യമായി കാണുന്ന അവരുടെ ആ ഭാവത്തിൽ അവിടെയുള്ളവർ കാര്യം എന്തെന്നറിയാതെ കുഴഞ്ഞു. ഇത്രയും നാളും എല്ലാം ഉള്ളിലൊതുക്കി ഇതിനകത്ത് കഴിഞ്ഞു. എനിക്ക് മതിയായി. കല്യാണ പന്തലിൽ നിന്ന് നേടാൻ തുടങ്ങിയ അപമാന കാലം ഇത്രയായിട്ടും അതിന്റെ അളവ് കൂടിയതല്ല, കുറഞ്ഞിട്ടില്ല. നാൽപ്പാട് തറവാട്ടിലെ മൂത്തപുത്രന്റെ വേളിയാവൻ ആഗ്രഹിച്ച് കതിർമണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെച്ചവളെ താലി കെട്ടി സ്വന്താക്കിയത് ഇവിടുത്തെ ഇളയ സന്താനം. അവിടുന്ന് തുടങ്ങിയതാ എന്റെ ഈ ദുരിതത്രയും. ആ ഒരു ദേഷ്യത്തിൽ ചുറ്റുമുള്ളവരെ നോക്കി അലറി. ഈ നിൽക്കുന്ന വിക്കന്റെ ജീവിതത്തിലേക്ക് എന്ന് ഞാൻ കടന്നു വന്നോ അന്ന് തൊട്ട് തോൽവി ഏറ്റുവാങ്ങാൻ തുടങ്ങിയ ഞാൻ. അവരവിടെ നിന്ന് അനന്തനെ നോക്കി നിറഞ്ഞു വന്ന വെറുപ്പോടെ പറഞ്ഞു നിർത്തുമ്പോൾ ചുറ്റുമുള്ളവർക്ക് മുന്നിൽ വിവസ്ത്രനാക്കപ്പെട്ട പോലെ അയാൾ ഒരു നിമിഷം തന്റെ കണ്ണുകൾ അടച്ചങ്ങനെ നിന്നുപോയി. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വിക്കനെ വേണ്ടാന്ന്. ആ ഒരു ശിവശങ്കരന്റെ മുമ്പിൽ ചെന്ന് നിന്ന് അലറി. അപ്പതേ ഈ നിൽക്കുന്നവന്റെ തളയെ മൂത്ത മരുമകളായിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തേ അടക്കൂന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്ന് നിങ്ങളല്ലേ? ആ ഒരു ശിവശങ്കരൻ നേർക്ക് ചീറി. എന്റെ ജീവിതത്തിൽ ഞാൻ അവസാനം വരെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചവനെ എല്ലാവരും കൂടി ആ പിഴച്ചവൾക്ക്. ആർ പറഞ്ഞു പൂർത്തിയാകും മുന്നേ ഇന്ദ്രന്റെ കൈ അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരുന്നു. ഇന്ദ്ര! സൗദാമിനി അവനരികിലേക്ക് വന്ന് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടും പറഞ്ഞു. ഇന്ദ്ര, അവളെ വീട്ടേട്ടാ, അവള് ചത്തുപോവും. ആരവന്റെ കൈകൾ എടുത്തു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ തന്റെ കൈ ഇത്തിരി കൂടി മുറുക്കി അവരുടെ കഴുത്തിന് ഞെരിച്ചമർത്തി. അടുക്കള പുറത്തു നിന്ന് അലക്കിയിട്ട കുഞ്ഞിന്റെ തുണികളുമായി അകത്തേക്ക് വന്ന നീലി കാണുന്ന രംഗം ഇതാണ്. ഒരു നിമിഷം ആ രംഗം നോക്കി കണ്ണുമിഴിച്ചെന്നെങ്കിലും അടുത്ത നിമിഷം അവൾ കയ്യിലെ തുണികളെല്ലാം അവിടെ കിടന്ന കസേരയിലേക്ക് ഇട്ടുകൊണ്ട് അവനടുത്തേക്ക് ധൃതിയിൽ നടന്നു. ഇന്ദ്ര, അവളെ വിട! ശിവശങ്കരൻ അവന് നേർക്ക് തന്റെ ശബ്ദമുയർത്തിയതും അവന് സൈഡിൽ നിന്ന് ആരോ ആഞ്ഞു ചവിട്ടിയത് ഒരുപോലെയാണ്. എത്ര ധൈര്യം ഉണ്ടായിട്ടുള്ള നായേ നീ എന്റെ അമ്മയെ നോവിക്കുന്നത്? കിട്ടിയ ചവിട്ടിൽ നിന്ന് സൈഡിലേക്ക് ആഞ്ഞുപോയ ഇന്ദ്രനെ നോക്കി ചിത്തു ആക്രോശിച്ചു. എന്റെ അമ്മയെ പറഞ്ഞ് ഇവരെ ഞാൻ പിന്നെ പൊന്നാടയിട്ട് ആദരിക്കണോടാ മോനെ. ഇന്ദ്ര അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അലറി. ദേ തളേ, കൊറേയായി നിങ്ങൾ ഈ കഥ പാടി നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. അതിപ്പോ അമ്മ ജീവനോടെ ഇരുന്നപ്പോഴായാലും മരിച്ചപ്പോഴായാലും അതങ്ങനെ തന്നെയാ. എന്റെ അമ്മയുടെ പേരില്ലാതെ മറ്റൊരു സ്ത്രീയുടെ പേര് നാൽപ്പാട്ട ഹിതേന്ദ്രൻ എന്ന എന്റെ അച്ഛന്റെ പേരിന്റെ കൂടെ വെറുതെ പോലൊന്ന് ചേർത്ത് വെക്കാൻ ഈ ഇന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. നിങ്ങൾ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാന്നും കെട്ടിച്ചൊരുക്കാന്നും വാക്കെന്നും മുറവിളി കിട്ടിയതൊക്കെ ഈ നിൽക്കുന്നവരല്ലേ? അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവരോട് മതി.
അല്ലാതെ വെറുതെ മരിച്ചു പോയോടെ നിനക്ക് കുതിര കയറാൻ വന്നാലുണ്ടല്ലോ, നേരത്തെ പിടിച്ച പിടി അത് നിങ്ങൾ ചത്തു മനസ്സ് കിടന്നാലും ഞാൻ വിട്ടൂന്ന് വരില്ല. ഇന്ദ്രൻ അവരെ നോക്കി മുരണ്ടുകൊണ്ട് പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.